ഹായ്, ഐ ആം ഡോക്ടർ സോന മീനാക്ഷി. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് ബിയർഡ് ഹെയർ ട്രാൻസ്പ്ലാന്റ്. നിങ്ങൾക്കൊരു 25 ഇയേഴ്സൊക്കെ ആയിട്ടും നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നിങ്ങളുടെ താടി കട്ടിക്ക് വളർന്നിട്ടില്ല, ആ ഒരു സ്റ്റൈലിൽ വളർന്നിട്ടില്ല എന്നുണ്ടെങ്കിലോ, അല്ലെങ്കിൽ അലോപേഷ്യ ഏരിയേറ്റ പോലുള്ള ഇൻഫ്ലമേറ്ററി ഡിസോർഡേഴ്സൊക്കെ വന്ന് എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടും അവിടെ ബിയർഡ് ഗ്രോത്ത് വീണ്ടും വന്നിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബേൺസോ സ്കാർസോ ഒക്കെ വന്നതിന് ശേഷം അവിടുത്തെ ബിയർഡ് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് ബിയർഡ് ഹെയർ ട്രാൻസ്പ്ലാന്റ് ചൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഈ ഹെയർ ട്രാൻസ്പ്ലാന്റിന് വേണ്ടിയിട്ട് നമ്മൾ ഹെയർ ഹാർവെസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ സ്കാൽപ്പിൻ്റെ ബാക്ക് സൈഡിൽ നിന്നായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ചിന്നിന് താഴെ നല്ല കട്ടിക്ക് താടി ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് നമുക്കെടുത്ത് വെക്കാൻ പറ്റുന്നതാണ്. ബിയർഡ് ഹെയർ ട്രാൻസ്പ്ലാന്റിൻ്റെ ഏറ്റവും പ്രത്യേകത ഇതിൻ്റെ ഇംപ്ലാന്റേഷൻ ടെക്നിക്കാണ്. ഇത് കറക്റ്റ് ആംഗുലേഷനിൽ, അതായത് സ്കിന്നിന് വളരെ പാരലായിട്ട് വെക്കുക എന്നുള്ളതും കറക്റ്റ് ഡെപ്തിൽ വെക്കുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു അൺനാച്ചുറൽ ലുക്കോ കോബിൾ സ്റ്റോണിങ് പോലുള്ള അപ്പിയറൻസ്, അതായത് ഈ ഒരു ബൂസ്റ്റ് ബംസ് വന്ന പോലുള്ള അപ്പിയറൻസസ് ഒക്കെ വരാനുള്ള ഹൈ ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ബിയർഡ് ട്രാൻസ്പ്ലാന്റ് വളരെ ടെക്നിക് സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു പ്രൊസീജിയറാണ്. ട്രാൻസ്പ്ലാന്റിന് ശേഷം ഒരു 4 to 6 months ഇതിൻ്റെ ഷെഡിങ് ഫേസിന് ശേഷം മാത്രമായിരിക്കും നിങ്ങൾക്ക് കട്ടിയുള്ള പെർമനൻ്റ് ആയിട്ടുള്ളൊരു ബിയർഡ് ഉണ്ടാവുന്നത്. അപ്പോൾ ഇതിന് വേറെ പ്രത്യേകിച്ച് മെയിൻ്റനൻസ് ഒന്നും ആവശ്യമില്ല, കറക്റ്റായിട്ടുള്ളൊരു ഫോളോ അപ്പ് മാത്രം മതിയാവും. താങ്ക് യു.